മക്കളെ, എൻ്റെ മുമ്പിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. കുറച്ച് നേരം ഉള്ളതുകൊണ്ട് തന്നെ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല മക്കളെ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതുമായ ചോദ്യങ്ങൾ ഞാൻ വേഗം പറഞ്ഞു തരാം. ഒന്നും അറിയാത്ത മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത് ഷുവറാണ് മക്കളെ. ബയോളജി ക്ലാസിഫിക്കേഷൻ വേഗം ശ്രദ്ധിച്ചോ എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ, മൊഞ്ചത്തികളെ, തക്കൊടുകളെ. ഓക്കെ, ബയോളജി ക്ലാസിഫിക്കേഷൻ മെയിൻ എക്സാമിന് 3 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററാണ്. ആദ്യം തന്നെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 2 കിങ്ഡമായി തിരിച്ചത് കാൾ ലിനേഴ്സ് ആണെങ്കിൽ 5 കിങ്ഡമായി തിരിച്ചത് RH വിറ്റാക്കർ ആണ്. ആ 5 കിങ്ഡങ്ങൾ ഏതൊക്കെ? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റൈ, ആനിമേലിയ. ഈ 5 കിങ്ഡങ്ങളെ RH വിറ്റാക്കർ കൊണ്ടുവരാൻ കുറേ കാര്യങ്ങൾ നോക്കി, കുറേ മാനദണ്ഡങ്ങൾ നോക്കി. ആ മാനദണ്ഡങ്ങളാണ് ക്രൈറ്റീരിയ. ഒരു ക്ലാസ്സിൽ ആൺകുട്ടി ഇവിടെ, പെൺകുട്ടി ഇവിടെ, അതേപോലെ ഒരു മാനദണ്ഡമാണ് ജെൻഡർ. ഹൈറ്റ് കുറഞ്ഞവർ ഫ്രണ്ടിൽ, ഹൈറ്റ് കൂടിയവർ ബാക്കിൽ. ഇത് വേറൊരു ക്ലാസിഫിക്കേഷൻ്റെ മാനദണ്ഡമാണ്. ഈ 5 കിങ്ഡം കൊണ്ടുവരാൻ RH വിറ്റാക്കർ കൊണ്ടുവന്ന നോക്കിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെ? CB MRP. CB എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി, MRP എന്ന് പറഞ്ഞാൽ പൈസ. ഒരു കടയിൽ ചെന്നിട്ട് ചിക്കൻ ബിരിയാണിന്റെ പൈസയല്ലേ ചോദിക്കുക? CB MRP. MRP എന്ന് പറഞ്ഞാൽ പൈസ. C എന്ന് പറഞ്ഞാൽ സെൽ സ്ട്രക്ചർ നോക്കി. ബോഡി ഓർഗനൈസേഷൻ, യൂണിസെല്ലാർ ആണോ മൾട്ടി സെല്ലാർ ആണോ, ബോഡി ഓർഗനൈസേഷൻ നോക്കി. മോഡ് ഓഫ് ന്യൂട്രീഷൻ, സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്ന ഓട്ടോട്രോഫുകളാണോ, ബാക്കിയുള്ളവരുടെ ഫുഡ് കൈയിട്ട് വാരി തിന്നുന്ന ഹെട്രോട്രോപ്സുകളാണോ നോക്കി. മോഡ് ഓഫ് ന്യൂട്രീഷൻ. റീപ്രൊഡക്ഷൻ നോക്കി. ഫൈലോ ജനറ്റിക് റിലേഷൻഷിപ്പ്, പരിണാമം സംഭവിച്ചതിലുള്ള ബന്ധവും നോക്കി. ഒരേപോലെ പരിണാമം സംഭവിച്ച ജീവികൾ ഒരു കിണ്ഡത്തിൽ, വ്യത്യസ്ത രീതിയിൽ പരിണാമം സംഭവിച്ചുണ്ടായ ജീവികൾ വ്യത്യസ്ത കിണ്ഡത്തിൽ. ഓക്കെ, അപ്പം നമ്മൾ ക്രൈറ്റീരിയ പഠിച്ചു. CB MRP ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് RH വിറ്റാക്കർ 5 കിണ്ഡം കൊണ്ടുവന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം മൊണീറയാണ്. ഇതിൽ പ്ലാന്റേ കിങ്ഡവും ആനിമേലി കിങ്ഡവും നമുക്ക് വൃത്തിക്ക് പഠിക്കാനില്ല, സെപ്പറേറ്റ് ചാപ്റ്റർ ഉള്ളതുകൊണ്ട് ഈ 3 കിങ്ഡങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊണീറ എന്ന് പറയുമ്പോൾ 2 ജീവികളാണുള്ളത്, മൈക്കോപ്ലാസ്മയും ബാക്ടീരിയയും. ഇത് രണ്ടും ചേരുന്നതാണ് മൊണീറ. മൈക്കോപ്ലാസ്മയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സെൽ. അവർക്ക് സെൽ വോൾ ഇല്ല. സെൽ വോൾ ഇല്ല, പക്ഷെ ഓക്സിജൻ ഇല്ലെങ്കിലും ജീവിക്കും. ലോകത്തിലെ ചെറിയ സെല്ല്, സെൽ വോൾ ഇല്ല, ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവിക്കും. ഇതാണ് മൈക്കോപ്ലാസ്മ. ബാക്ടീരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൊണീറ കിങ്ഡം ഭരിക്കുന്നത് തന്നെ ബാക്ടീരിയകളാ. മൈക്കോപ്ലാസ്മകൾ കുറച്ചേ കാണുള്ളൂ ലോകത്ത്. ഏറ്റവും കൂടുതലുള്ളത് ആരാ? ബാക്ടീരിയകളാ. ലാർജസ്റ്റ് നമ്പർ ഓഫ് കിങ്ഡം മൊണീറ ആരാ? ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളെ രണ്ടാക്കാം. എന്തിന്റെ ബേസിൽ? ഹാബിറ്ററ്റ്, എവിടെ കാണുന്നു, എവിടെ ജീവിക്കുന്നു, അതാണ് ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റ് ബേസിലും ക്ലാസിഫൈ ചെയ്യാം, ഷേപ്പ് വെച്ചും ക്ലാസിഫൈ ചെയ്യാം. ബാക്ടീരിയകളെ ഷേപ്പ് വെച്ച് എന്തൊക്കെയാ വിളിക്കുന്നറിയാമോ? കോക്കസുകൾ എന്നോ, ബേസിലസ് എന്നോ, സ്പൈറില്ലം എന്നോ, വിബ്രിയോ എന്നോ, ഈ 4 പേരിലാണ് ഷേപ്പ് വെച്ച് ബാക്ടീരിയ അറിയപ്പെടുന്നത്. ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കാണുന്നു. ചില ബാക്ടീരിയകൾ നല്ല തണുപ്പുള്ളിടത്ത്, നല്ല ചൂടുള്ളിടത്ത്, ആസിഡ്, ഈ ഉപ്പ്, അവിടേക്കാണ് കാണുക. അങ്ങനെ കൊടൂരമായ കണ്ടീഷനിൽ കാണുന്ന ബാക്ടീരിയകളാ RK ബാക്ടീരിയകൾ. അവരെ വീണ്ടും 3ആയി തിരിക്കാം. ഹാലോഫൈൽസ്, ഉപ്പുള്ളിടത്താണ് കാണുക. തെർമോ അസിഡോഫൈൽ, ചൂടുള്ളിടത്തും ആസിഡുള്ളിടത്തുമാണ് കാണുക. മെത്തനോജൻസ്, ചതുപ്പ് നിലങ്ങളിൽ, പശുവിൻ്റെ വയറ്റിൽ, ഗട്ട് ഓഫ് റൂമിനൻസ് എന്നാണ് വിളിക്കുക. ഗട്ട് ഓഫ് റൂമിൻ എന്ന് പറഞ്ഞാൽ, റൂമിൻ എന്ന് പറഞ്ഞാൽ പശുക്കൾ, ഗട്ട് എന്ന് പറഞ്ഞാൽ വയറ്റിൽ, അവരുടെ വയറ്റിലെ കാണുക. ഇതാണ് RK ബാക്ടീരിയകൾ. ഇനി നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ കാണുന്നവരാണ് യു ബാക്ടീരിയകൾ. കൊടൂരമായ എക്സ്ട്രീം കണ്ടീഷനിൽ ഹാബിറ്ററ്റിൽ ജീവിക്കുന്നവർ RK ബാക്ടീരിയകൾ. നോർമൽ ഹാബിറ്ററ്റിലാണെങ്കിൽ യു ബാക്ടീരിയകൾ. യു ബാക്ടീരിയകൾ 3ആയി തിരിക്കാം. സയാനോ ബാക്ടീരിയകൾ, കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ. സയാനോ ബാക്ടീരിയ, കീമോസിന്തറ്റിക് ബാക്ടീരിയ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. സയാനോ ബാക്ടീരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ സയാനോ ബാക്ടീരിയകളാണ് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കെൽപ്പുള്ള ബാക്ടീരിയകൾ. ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കെൽപ്പുള്ള ബാക്ടീരിയകൾ ആരാ? സയാനോ ബാക്ടീരിയകളാണ്. ഇവരുടെ എക്സാമ്പിൾ 2 പേരാ. ഈ ഗ്രൂപ്പിൽ വരുന്നവർ 2 പേരാ, നോസ്റ്റോക്ക്, അനബീന. നോസ്റ്റോക്കും അനബീനയും എന്തിന് എക്സാമ്പിളാ? സയാനോ ബാക്ടീരിയകൾക്ക് എക്സാമ്പിളാ. സയനോ ബാക്ടീരിയന്റെ വേറൊരു പേരും കൂടെ പഠിച്ചു വെച്ചോ, ബ്ലൂ ഗ്രീൻ ആൽഗെ. സയനോ ബാക്ടീരിയന്റെ വേറൊരു പേരെന്താ മക്കളെ? ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ്. നോസോക്കുകൾ എങ്ങനെ കാണാൻ അറിയാമോ? കുറേ നോസോക്കുകൾ ഇങ്ങനെ ഒന്നിച്ചാണ് കാണുക. കുറേ നോസോക്കുകൾ ഒന്നിച്ച കാണുക. നോസോക്ക് 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 ഇങ്ങനെ കൂടിയാണ് കാണുക. കൂടി കാണുന്നതിന് വിളിക്കുന്ന പേരാണ് കൊളോണിയൽ. കൂടി കാണുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? കൊളോണിയൽ എന്നാണ് വിളിക്കുക.
ഓക്കെ, ഈ സെല്ലുകൾ കൂടിക്കാണുന്നതിനെ കൊളോണിയൽ എന്നാ വിളിക്കുക. ഈ കോളനി സെല്ലുകളെല്ലാം കവർ ചെയ്ത് ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിന്റെ പേരാണ് മ്യൂസിലേജിനസ് ഷീത്ത്. ആ കവറിങ്ങിന്റെ പേരെന്താ മക്കളെ? മ്യൂസിലേജിനസ് ഷീത്ത് എന്നാ വിളിക്കുക. ഈ സെല്ലുകളൊക്കെ കവർ ചെയ്തുള്ള ഷീത്താണ് മ്യൂസിലേജിനസ് ഷീത്ത്. ഇതിൽ ചില നോൺ സ്റ്റോക്ക് സെല്ലുകൾ സ്പെഷ്യലൈസ്ഡ് ആണ്. ചില സെല്ലുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ പ്രത്യേക സ്വഭാവമുള്ള നോൺ സ്റ്റോക്കിന്റെ സെല്ലുകളുടെ പേരാണ് ഹെറ്ററോസിസ്റ്റ്. എന്താ വിളിക്കുക? ഹെറ്ററോസിസ്റ്റ് എന്നാ വിളിക്കുക. കവർ ചെയ്യുന്നത് മ്യൂസിലേജിനസ് ഷീത്ത് കോളനി ആയിട്ടാണ് കാണുക. ചില നോൺ സ്റ്റോക്ക് സെല്ലുകൾ ഹെറ്ററോസിസ്റ്റ് എന്നറിയപ്പെടും. ആ സെല്ലുകളുടെ പണി എന്താണെന്നറിയോ മക്കളെ? അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ അബ്സോർബ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും. അതിന് നമ്മൾ ഫിക്സ് നൈട്രജൻ എന്നാ വിളിക്കുക. അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ വാങ്ങിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കും. അതിന് നമ്മൾ എന്താ വിളിക്കുക? ഫിക്സ് ചെയ്യുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ ഈ സെല്ലുകളുടെ പണി എന്താ? അന്തരീക്ഷത്തിൽ നൈട്രജനെ വാങ്ങിക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. ഫിക്സ് നൈട്രജൻ എന്നാണ് വിളിക്കുക. ആ സെല്ലുകളുടെ ഫംഗ്ഷൻ അതാണ് കേട്ടോ. ഹെറ്ററോസിസിന്റെ ഫംഗ്ഷൻ ആണ് ഫിക്സ് നൈട്രജൻ. അടുത്ത പ്രോട്ടിസ്റ്റ ഗ്രൂപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. 4 പേരുണ്ട്. ഏതാണെന്നറിയോ? 5 പേര്. ഡിസംബറിലെ പോലീസ് സ്റ്റേഷൻ, DECPS. എന്താ സാറേ? ഡൈനോഫ്ലജെല്ലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, ക്രൈസോഫൈറ്റ്സ്, പ്രോട്ടോസോവൻ, സ്ലൈമൗട്ട്. ഇവരാണ് പ്രോട്ടിസ്റ്റകൾ. ഡൈനോഫ്ലജെല്ലേറ്റിന് എക്സാമ്പിൾ ആരാ? ഗോണിയോലെക്സ്. അവരാണ് റെഡ് ടൈഡ് ഉണ്ടാക്കുക. റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ കടല് ചുവന്ന കളറിൽ കാണുക, അതാണ് റെഡ് ടൈഡ്. യുഗ്ലിനോയിഡ്സിന് എക്സാമ്പിൾ ആണ്. അവർക്കൊരു യുഗ്ലിനകൾക്ക് സെൽ വോൾ ഇല്ല, പക്ഷേ യുഗ്ലിനകളെ കവർ ചെയ്ത് ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ട്. അതിൻ്റെ പേരാണ് ഏത്? പെല്ലിക്കിൾ എന്ന് പറഞ്ഞാൽ. അടുത്ത ക്രൈസോഫൈറ്റ്സിന് എക്സാമ്പിൾ ആണ് ഡൈആറ്റംസും ഡെസ്മിറ്റ്സും. ഡെസ്മിറ്റ്സിന്റെ വേറൊരു പേരാണ് ഗോൾഡൻ ആൽഗെ എന്നാ വിളിക്കുക. ഡെസ്മിറ്റ്സിന്റെ വേറൊരു പേരെന്താ? ഗോൾഡൻ ആൽഗെ എന്നാ വിളിക്കുക. പ്രോട്ടോസോവനുകൾ അവരെ വീണ്ടും 4 ആയി തിരിക്കാം. അമീബോയ്ഡ് പ്രോട്ടോസോവൻ, ഫ്ലജെല്ലേറ്റഡ്, സീലിയേറ്റഡ്, സ്പോറോസോവൻ. ഈ 4 ഗ്രൂപ്പിന്റെ എക്സാമ്പിളാ ചോദിക്കുക. അമീബോയ്ഡിന് എക്സാമ്പിൾ അമീബ, എൻഡമീബ. ഫ്ലജെല്ലേറ്റഡ് എക്സാമ്പിൾ ട്രിപ്പനോസോമ, സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ജീവിയ. സീലിയേറ്റഡ് എക്സാമ്പിൾ പാരമീസിയം, സ്പോറോസോവൻ എക്സാമ്പിൾ പ്ലാസ്മോഡിയം. അടുത്ത സ്ലൈമൗൾഡുകൾ ഉണ്ട്. അവരുടെ എക്സാമ്പിളും പ്ലാസ്മോഡിയമാണ്. സ്ലൈമൗൾഡിന്റെ എക്സാമ്പിളും പ്ലാസ്മോഡിയമാ, സ്പോറോസോവൻ എക്സാമ്പിളും പ്ലാസ്മോഡിയമാ. ഇത് രണ്ടും സെയിം പ്ലാസ്മോഡിയം അല്ല, സെയിം പേരാണ്, പക്ഷെ രണ്ടും വ്യത്യസ്ത ജീവികളുമാണ്, വ്യത്യസ്ത ഗ്രൂപ്പിന് എക്സാമ്പിളുമാണ്. ഇനി നോക്കേ, ഡയാറ്റംസ്. ഈ കാണുന്ന ക്രൈസോഫൈസിലെ ആളാണ് ഡയാറ്റംസ് ചത്ത് കഴിഞ്ഞാലും അവരുടെ സെൽ വോൾ എടുക്കാറുണ്ട്. കാരണം നല്ല കട്ടിയുള്ള സോപ്പ് ബോക്സ് പോലെ കാണുന്ന സെൽ വോളാ. ഈ ഡയാറ്റംസിന്റെ കട്ടിയുള്ള സെൽ വോൾ എടുത്തു വെച്ച് നമ്മൾ എന്തു ചെയ്യും? മനുഷ്യന്മാര് പോളിഷിങ് നടത്താറുണ്ട്. ഓയിലും സിറപ്പും ഒക്കെ ഫിൽട്ടർ ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. ഡയാറ്റംസ് മരിച്ചു കഴിഞ്ഞാലും അവരുടെ സെൽ വോൾ എടുത്തുകൊണ്ട് വരും, പോളിഷിങ്ങിന് ഉപയോഗിക്കും. ഓയിലും സിറപ്പും ഒക്കെ അരിച്ചെടുക്കാൻ, ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കും. കാരണം ആ സെൽ വോളിൽ കുറെ ഓട്ടകളുണ്ട്. ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഡയാറ്റംസ് ചത്തു കഴിഞ്ഞാലും ഈ ഡയാറ്റംസിന്റെ സെൽ വോള് കടലിന്റെ അടിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നു കുറെ നാള്. ആ അടിഞ്ഞുകൂടി കിടക്കുന്നതിനാ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുക. എന്താ സാറേ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ? അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ അടിഞ്ഞുകൂടുക. എന്ത്? സെൽ വോൾ ഓഫ് ഡയാറ്റംസിന്റെ സെൽ വോൾ അക്യുമുലേറ്റ് ആകുന്നു. എവിടെ? കടലില് 4 ബില്യൺ ഇയർ. ഒരുപാട് നാള് ഡയാറ്റംസിന്റെ സെൽ വോള് കടലിൽ അടിഞ്ഞുകൂടുന്നതാണ് ഏത്? ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ. ഇത്രയാണ് മക്കളെ പ്രോട്ടിസ്റ്റകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് ഫംഗസുകൾ. ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഫംഗസുകളാ. ഫംഗസുകളെല്ലാം മൾട്ടി സെല്ലാറാ. ഒരു ഫംഗസ് മാത്രം യൂണിസെല്ലാറാ. ഈ ഈസ്റ്റ് വെച്ചാണ് മക്കളെ നമ്മൾ എന്തുണ്ടാക്കുക? ബ്രെഡ്, അതേപോലെ ബിയറൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഈസ്റ്റുകളെയാണ് ഉപയോഗിക്കുക. എല്ലാ ഫംഗസും മൾട്ടിയാ, ഈസ്റ്റ് മാത്രം യൂണിസെല്ലാറാ. ഫംഗസ് ആൽഗേന്റെ ഒപ്പം ചേർന്നിരിക്കാറുണ്ട്, അപ്പൊ ലൈക്കൻ എന്നാ വിളിക്കുക. ഫംഗസ് വലിയ വലിയ പ്ലാന്റുകളുടെ റൂട്ടിൽ, വേരുകളിൽ പറ്റിപ്പിടിക്കാറുണ്ട്, അപ്പൊ നമ്മൾ മൈക്കോറൈസ എന്നാ വിളിക്കുക. ഫംഗസും ആൽഗയും ആണെങ്കിൽ എന്താ സാർ? ലൈക്കനാ സാർ. ഫംഗസ് റൂട്ടിൽ കയറിയിരുന്നാൽ മൈക്കോറൈസ എന്നാണ് വിളിക്കുക. ഇനി ഇമ്പോർട്ടൻറ്റ്, ഫംഗസ് എങ്ങനെയാണ് കാണാൻ സാർ?
ഫംഗസിന്റെ സ്ട്രക്ചർ എടുത്താൽ കുറെ കുഴലുകളാ കാണുക. ഈ കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേരാ ഹൈഫേ. ഹൈഫ താത്തയല്ല, ഹൈഫേ എന്നാ വിളിക്കുക. ഈ ഹൈഫകൾ കുറെ പേര് ഇങ്ങനെ കണക്ട് ആയി കിടക്കും. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ. ഇതൊരു ഹൈഫേ, ഇതൊരു ഹൈഫേ, ഇവർ കണക്ട് ആയി കിടന്നാൽ വിളിക്കുന്ന പേരാണ് മൈസീലിയം. ഒരു കുഴലാണെങ്കിൽ ഹൈഫേ, ഈ ഹൈഫകൾ കണക്ട് ആയി കിടന്നാൽ മൈസീലിയം എന്നാണ് വിളിക്കുക. ഇനി ഈ ഹൈഫകൾ ഉണ്ടല്ലോ, ഹൈഫകൾ രണ്ടായി തിരിക്കാം. ചില ഹൈഫകളിൽ ഇതേപോലെ വരകൾ കാണാം. വരകളുടെ പേര് സെപ്റ്റ എന്നാ വിളിക്കുക. സെപ്റ്റ ഉള്ളതാണ് സെപ്റ്റേറ്റ് ഹൈഫേ. സെപ്റ്റ ഇല്ലാത്ത, ഒരു വരയില്ലാത്ത കൊള്ളാണെങ്കിൽ അസെപ്റ്റേറ്റ് ഹൈഫേ എന്ന് വിളിക്കും. സെപ്റ്റേറ്റ് ഹൈഫേ, അസെപ്റ്റേറ്റ് ഹൈഫേ. അടുത്താണ് മക്കളെ ഫംഗസിന്റെ ടൈപ്പ് ഏതൊക്കെയാണെന്നറിയാമോ? ഫൈക്കോമൈസസ്, ആസ്കോമൈസസ്, ഡ്യൂട്ടറോമൈസസ്, ബെസിഡിയോമൈസസ്. ഫൈക്കോമൈസസ്, ആസ്കോമൈസസ്, ഡ്യൂട്ടറോമൈസസ്, ബെസിഡിയോമൈസസ്. ഫൈക്കോമൈസസിന് എക്സാമ്പിൾ ബ്രെഡിലെ പൂപ്പൽ, ബ്രെഡ് മൗൾഡ് എന്ന് വിളിക്കും. റൈസോപ്പസിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? റൈസോപ്പസിനെ വിളിക്കുന്ന പേരാണ് ബ്രെഡ് മൗൾഡ്. ബ്രെഡിലെ പൂപ്പൽ ആരാ? റൈസോപ്പസ് ആണ്. അതാണ് ഫൈക്കോമൈസിന് എക്സാമ്പിൾ. അൽബ്യൂഗോണ്ട് മ്യൂക്കറക്കൈൻ എക്സാമ്പിളാ. അസ്കോമൈസിന് എക്സാമ്പിൾ ഈസ്റ്റ്, പെനിസീലിയം, മോറൽസ്, ട്രഫിൾസ്, ക്ലാവിസബ്സ്, ന്യൂറോസ്പോറ എല്ലാം അസ്കോമൈസസ് ആണ്. ഡ്യൂട്രോമൈസസ് ഇംപെർഫെക്റ്റ് ഫംഗസാ. സെക്ച്വൽ റീപ്രൊഡക്ഷൻ ബാക്കി എല്ലാ ഫംഗസും കാണിക്കും, എന്നാൽ ഇവൻ സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കില്ല. അതുകൊണ്ട് എന്ത് വിളിക്കാം? ഇംപെർഫെക്റ്റ് ഫംഗസ് എന്നാണ് വിളിക്കുക. ഡ്യൂട്രോമൈസസ് ആണ് ഇംപെർഫെക്റ്റ് ഫംഗസ്. എക്സാമ്പിൾ കളക്ടോട്രിക്കം, അൾട്ടർനേറിയ, ട്രൈക്കോഡെർമ. കളക്ടോട്രിക്കം, അൾട്ടർനേറിയ, ട്രൈക്കോഡെർമ, ക്യാറ്റ് എന്നാ വിളിക്കുക. മെസിഡിയോമൈസിന് എക്സാമ്പിൾ അസിലാഗോ, പക്സീനിയ, അഗാരിക്കസ്. അഗാരിക്കസ് ആണ് കൂണ്, മഷ്റൂം എന്ന് പറഞ്ഞാൽ. ന്യൂറോസ്പോറയാണ് മക്കളെ. ന്യൂറോസ്പോറ ഏത് ഗ്രൂപ്പാണെന്നറിയാമോ? ന്യൂറോസ്പോറ അസ്കോമൈസസിന് എക്സാമ്പിൾ ആണ്. അത് തന്നെയാണ് ജനറ്റിക് വർക്കിന് ഉപയോഗിക്കുക. ജീനുകൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗസ് ഏതാണെന്നറിയാമോ? അത് ന്യൂറോസ്പോറയാണ് സാറേ. ഇനി റീപ്രൊഡക്ഷൻ എങ്ങനെ കുട്ടികൾ ഉണ്ടാക്കും? ഫംഗസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കാറുണ്ട്, അസെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കാറുണ്ട്, സെക്ച്വൽ റീപ്രൊഡക്ഷൻ കാണിക്കാറുണ്ട്. ഈ 3 റീപ്രൊഡക്ഷനാണ് ഫംഗസ് കാണിക്കുക. ഇതിൽ സെക്ച്വൽ റീപ്രൊഡക്ഷൻ 3 സ്റ്റെപ്പ് വഴി: പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഈ 3 സ്റ്റെപ്പാണ് ഫംഗസിന്റെ സെക്ച്വൽ റീപ്രൊഡക്ഷനിലുള്ളത്. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഇത് 3മാണ് സാറേ ഫംഗസിന്റെ സെക്ച്വൽ റീപ്രൊഡക്ഷനിലെ സ്റ്റെപ്പുകൾ. അടുത്താണ് മക്കളെ വൈറസുകൾ. ഇനി വൈറസിനെ കുറിച്ച് ഞാൻ പറയും, വൈറോയിഡ്സിനെ കുറിച്ച് പറയും, പ്രിയോൺസിനെ കുറിച്ച് പറയും. ഈ 3 പേരും സെല്ല് ഇല്ലാത്ത എന്നാൽ ജീവനുള്ള ജീവികളാണ്. ഈ 3 പേരെയും ആർച്ച് വിറ്റാക്കൾ ഒരു കിണ്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവർ സെല്ലില്ല, പക്ഷെ ലീവിങ് ആണ്, ജീവനുണ്ട്. സെല്ലില്ലാത്തതുകൊണ്ടാണ് എവിടെ ഉൾപ്പെടുത്താഞ്ഞത്. വൈറസിനെ കുറിച്ച് പറ. നോ സെൽ. ഇവർ വൈറസ്, വൈറോഡ്, പ്രിയോൺ 3 പേർക്ക് സെല്ലില്ല. സെല്ലില്ലെങ്കിൽ ഇവർ ആരാ? ലീവിങ് ആണ്. ഇവർക്ക് സെൽ വോളോ, സെൽ മെമ്പറൈനോ, സൈറ്റോപ്ലാസോ ഒന്നും ഇല്ല മക്കളെ. ഇവർക്ക് ആകെ ഉള്ളത് എന്താണെന്നറിയാമോ സാറേ? ഒരു പ്രോട്ടീൻ്റെ കവറിങ്ങും അതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിക് ആസിഡും. ഇതാണ് പ്രോട്ടീൻ കവറിങ്. ഉള്ളിലാരാ? ഒരു ന്യൂക്ലിക് ആസിഡും. പ്രോട്ടീന്റെ കവറിങ്ങും ന്യൂക്ലിക് ആസിഡുമാണ് സാർ എന്ത്? വൈറസ് എന്ന് പറഞ്ഞാൽ. ആ പ്രോട്ടീൻ കവറിങ്ങിന് വേറൊരു പേരുണ്ട്, ക്യാപ്സിഡ് എന്നാ വിളിക്കുക. വൈറസിന്റെ പ്രോട്ടീൻ കവറിങ്ങിന്റെ പേരെന്താ? ക്യാപ്സിഡ് എന്നാ വിളിക്കുക. ഉള്ളിലുള്ളത് ആരാ? ഉള്ളിലുള്ള ന്യൂക്ലിക് ആസിഡ്. അത് ആരൊക്കെയാകാം? RNA ആകാം, DNA ആകാം. പ്രോട്ടീൻ കോട്ട് ന്യൂക്ലിക് ആസിഡ് ആകാം. പ്രോട്ടീൻ കോട്ടിനെ ക്യാപ്സിഡ് എന്ന് വിളിക്കാം. ന്യൂക്ലിക് ആസിഡ് ഒന്നെങ്കിൽ DNA ആകാം, അല്ലെങ്കിൽ RNA ആകാം. വൈറസിന് പേര് കൊടുത്ത സയന്റിസ്റ്റ് ബീജറിനിക് ആണ്. ടൊബാക്കോ ചെടിയിൽ ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത് വൈറസ് ആണ് കണ്ടുപിടിച്ചത് ഇവനോസ്കി ആണ്. വൈറസിനെ ക്രിസ്റ്റലാക്കി മാറ്റിയത് ആരാ? സ്റ്റാൻലി ആണ് സാറേ. വൈറസിനെ ക്രിസ്റ്റലാക്കിയത് ആരാ? സ്റ്റാൻലി ആണ് സാറേ. ഇനി ഡിസീസ്. ആനിമൽസിൽ വൈറസ് ഉണ്ടാക്കുന്നത് എയ്ഡ്സും സ്മോൾ പോക്സുമാ. പ്ലാന്റ്സിൽ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് എന്താണെന്നറിയാമോ? ലീഫ് മഞ്ഞയാകും. ലീഫിലെ വെയിൻസിന്റെ വെയിൻസിന്റെ ലീഫൊക്കെ ക്ലിയർ ആയിട്ട് കാണും. പ്ലാന്റിന്റെ ഗ്രോത്ത് കുറയും. അതേപോലെ ലീഫ് കേള് എന്ന് പറഞ്ഞാൽ മടങ്ങി വരും. ഇതൊക്കെ വൈറസ് ബാധിക്കുമ്പോൾ പ്ലാന്റിലുള്ള ലക്ഷണങ്ങളാ. ഇനി നമ്മൾ പഠിക്കുന്ന വൈറോയിഡുകൾക്ക് പ്രോട്ടീൻ കോട്ട് ഇല്ല, പക്ഷെ അവർക്ക് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. വൈറസ് അങ്ങനല്ല, പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡ് രണ്ടുമുണ്ട്. വൈറോയിഡ്സിനോ പ്രോട്ടീൻ കോട്ട് ഇല്ല, ന്യൂക്ലിക് ആസിഡ് മാത്രമേ ഉള്ളൂ. അവരുടെ ന്യൂക്ലിക് ആസിഡ് DNA അല്ല മക്കളെ. അവരുടെ ന്യൂക്ലിക് ആസിഡ് ലോ മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞ RNAകളാണ്.
വൈറസിനെ കണ്ടുപിടിച്ചത് ടി.ഒ. ഡൈനർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. വൈറസ് ഉണ്ടാക്കുന്ന രോഗമുണ്ട്. വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ. വൈറസ് അല്ല, വൈറോയിഡ് ഉണ്ടാക്കുന്ന രോഗമാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പ്രോട്ടീൻ കോട്ട് ഇല്ല, ന്യൂക്ലിക് ആസിഡ് ആണ് ഇവര്, ആർഎൻഎകളാണ്. ടി.ഒ. ഡൈനർ കണ്ടുപിടിച്ചു, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്ന് വിളിക്കാം. അടുത്ത പ്രിയോണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അബ്നോർമലായിട്ട് ചുരുട്ടിയ പ്രോട്ടീനുകളാണ്. അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ. ഒരു വൃത്തികെട്ട നോർമൽ അല്ലാത്ത രീതിയിൽ ചുരുട്ടിയ പ്രോട്ടീനുകളാണ് ആര്? പ്രിയോൺ. എന്താണ് സാറേ പ്രിയോൺ? അബ്നോർമലായിട്ട് ഫോൾഡ് ചെയ്ത പ്രോട്ടീൻ, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ, അതാണ് ആര്? പ്രിയോൺ. പ്രിയോൺസ് ആർ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീനുകൾ. ഓക്കെ, ഇവരെന്തുണ്ടാക്കും അറിയാമോ? ന്യൂറോളജിക്കൽ ഡിസീസ് ഉണ്ടാക്കും. ഇവർ നമ്മളെയൊക്കെ ബാധിച്ചാൽ ന്യൂറോണുകളെ, തലയിലെ ന്യൂറോണുകളെയാണ് ബാധിക്കുക. ഇവര് പശുക്കളിൽ ഒരു അസുഖം ഉണ്ടാക്കും. ഇവര് പ്രിയോണുകൾ പശുക്കളിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് മാഡ് കൗ ഡിസീസ് അല്ലെങ്കിൽ ബോവിൻ സ്പോഞ്ചിഫോം എൻസിഫാലോപ്പതി. മാഡ് കൗ ഡിസീസ് അല്ലെങ്കിൽ ബോവിൻ സ്പോഞ്ചിഫോം എൻസിഫാലോപ്പതി. മാഡ് കൗ ഡിസീസ് അല്ലെങ്കിൽ ബോവിൻ സ്പോഞ്ചിഫോം എൻസിഫാലോപ്പതി. ഇതേ പ്രിയോൺ മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്ന, ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് CR ജേക്കബ് ഡിസീസ്. പ്രിയോണുകൾ പശുക്കളിലാണെങ്കിൽ മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കും. പ്രിയോണുകൾ മനുഷ്യന്മാരുടെ ഉള്ളിൽ കയറിയാൽ CR ജേക്കബ് ഡിസീസും ഉണ്ടാക്കും. ഇത്രയാണ് മക്കളെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. നല്ലപോലെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ വേഗം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ പോയിന്റുകളും പറയാൻ പറ്റിയില്ലെങ്കിലും മാർക്ക് അത്യാവശ്യം നേടാൻ പറ്റുന്ന എല്ലാ പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. വൃത്തിക്ക് കേട്ടാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾ ഒരു കാര്യം കൂടെ പറയണം, പറ്റുന്ന രീതി നിങ്ങൾ തന്നെ മനസ്സിലാലോചിക്കണം. എന്താണെന്നറിയാമോ? വൈ ലൈക്കൻസ് ആർ കോൾഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. വൈ ലൈക്കനുകളെ പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്റർ. എവിടെങ്കിലും ഒരു സ്ഥലത്ത് മലിനീകരണം, പൊല്യൂഷൻ ഉണ്ടോയെന്നറിയാൻ അവിടെ നിങ്ങൾക്ക് ആരെ ഉപയോഗിക്കാം? ലൈക്കനെ ഉപയോഗിക്കാം എന്നാ പറയണത്. എന്തിനുണ്ടാ സാറേ ലൈക്കനുകളെ പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്റർ, മലിനീകരണത്തിൻ്റെ സൂചകം എന്ന് വിളിക്കുന്നത്? വൈ ലൈക്കൻസ് ആർ കോൾഡ് മലിനീകരണ സൂചകം എന്ന് വിളിക്കാൻ കാരണം അറിയുന്നവരൊക്കെ പറയൂ കേട്ടോ. ബായ്. പഠിക്കണേടാ, പഠിച്ചേക്കണേടാ.